അൽഫാം ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പം എനിക്കൊരാശയം തോന്നി, ഈ ഗ്രേവി പോലത്തെ ഒരു സംഭവം ഈ അൽഫാത്തിൽ തന്നെ ഉണ്ടെങ്കിൽ ആൾക്കാർ ഒരു കറി എക്സ്ട്രാ ഓർഡർ ചെയ്യാൻ വേണ്ട. മലയാളികളുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നുണ്ട്. കൂടുതലും ഗൾഫ് മേഖലകളിലാണ് പോയത്. അതുകൊണ്ടാണ് ഈ അറബിക്കൊക്കെ ഇവിടെ വന്നത്. നമ്മൾ മലയാളീസ് ജ്യൂസി എന്ന് പറയുന്നത് ശരിക്കും ജ്യൂസി അല്ല, ഈ മസാല കണ്ടമാനം ഉള്ളതിനെയാണ് അവർ ജ്യൂസി എന്ന് പറയുന്നത്. ഇതാണ് ബേസിക്ക് വേണ്ടത്. മിക്കവരും ഒരു 90% ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണിത്. എല്ലാവർക്കും നമസ്കാരം. ഫുഡ് കഴിക്കാനും അത് എക്സ്പ്ലോർ ചെയ്യാനും ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളവരാണ് നമ്മൾ മലയാളികൾ, അല്ലേ? അതിന് നമ്മൾ ഏത് നാട്ടിലേക്ക് സഞ്ചരിക്കാനായാലും ശരി, അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായാലും ശരി, നമ്മൾ റെഡിയാണ്. അത്തരത്തിൽ നമ്മൾ യാത്രകളൊക്കെ ചെയ്ത് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് അൽഫാം, കുഴിമന്തി പോലുള്ള അറബിക് ഫുഡിലാണ്. ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു 10-15 വർഷം മുമ്പ് ഇത്തരത്തിലുള്ളൊരു ഫുഡ് ബ്രാൻഡ് തന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. അത് മറ്റാരുമല്ല, അജാസ് അഷ്റഫ്. വെൽക്കം ടു ന്യൂ പോഡ്കാസ്റ്റ് സീരീസ് വിത്ത് ഫുഡ് ഇൻസൈറ്റ് വിത്ത് അജാസ്. സാർ, വെൽക്കം ടു ദി ഷോ. ഹായ് സാർ. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞു, ഒരു ഫുഡ് ബ്രാൻഡ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ഫുഡ് ബ്രാൻഡിലേക്കുള്ള യാത്ര? ഞാൻ ആദ്യമേ സെലക്ട് ചെയ്തത് അൽഫഹം എന്നുള്ളൊരു ഡിഷ്, അതിനെ എങ്ങനെ ബ്രാൻഡ് ചെയ്തെടുക്കാമെന്നായിരുന്നു. ബ്രാൻഡ് ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൽഫാം ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പം നോർമലി ആൾക്കാർ അൽഫാം ഓർഡർ ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു കറി ഓർഡർ ചെയ്യും. ഈ കറിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പം ബില്ല് വരുമ്പോഴത്തേക്കും നോർമലി ഒരു 200 റുപ്പീസ് പേ ചെയ്യണമെങ്കിൽ എൻ്റെ കറിയും കൂടെ ചേർക്കുമ്പോൾ ഒരു 300 റുപ്പീസിലോട്ട് പോകും. ഓൾമോസ്റ്റ് ഒരു 33% കൂടുതൽ അവർ പേ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പം എനിക്കൊരാശയം തോന്നി, ഈ ഗ്രേവി പോലത്തെ ഒരു സംഭവം ഈ അൽഫാത്തിൽ തന്നെ ഉണ്ടെങ്കിൽ ആൾക്കാർ ഒരു കറി എക്സ്ട്രാ ഓർഡർ ചെയ്യാൻ വേണ്ട, അവർക്ക് ഈ അൽഫാത്തിൽ നിന്ന് തന്നെ ആ ഗ്രേവി കഴിക്കാനും സാധിക്കും, അവരുടെ ബില്ല് കുറഞ്ഞിരിക്കുകയും ചെയ്യും. അപ്പം ഇവർക്ക് കൂടുതൽ ടൈംസ് അവർക്ക് വന്ന് അതേ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാൻ പറ്റും. അതിൽ നിന്നാണ് ഞാനൊരു ഡബിൾ മാരിനേറ്റഡ് അൽഫാം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാക്കുന്നത്. അതിൽ നിന്നാണ് അൽ-അഷ്റൂഫ് എന്നുള്ള ഒരു റെസിപ്പി ജനിക്കുന്നത്. അതാണ് നമ്മുടെ ബ്രാൻഡ്. അത് ബ്രാൻഡല്ല, അത് നമ്മുടെ സിഗ്നേച്ചർ റെസിപ്പിയാണ്. ആ റെസിപ്പിയാണ് സ്ലൈസ് ഓഫ് സ്പൈസ് എന്ന് പറഞ്ഞ ബ്രാൻഡാക്കി മാറ്റിയത്. ഇപ്പോൾ അതുപോലെ വളരെയധികം വേറെ ഡിഷസ് നമുക്കുണ്ട്. എന്നാലും ഈ അൽ-അഷ്റൂഫ് എന്നുള്ളതാണ് പ്രൈമായിട്ട് ഇതിനൊരു പൈനിയർ ആയിട്ട് വഴി തെളിച്ച് തന്നത്. സാറിന് ഈ ഒരു ജേണിയിലോട്ട് അതെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ പൊതുവെ മലയാളികളുടെ ഭക്ഷണശീലം മാറിയതായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ സാർ ഒരു 10-15 വർഷമായിട്ടുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു മലയാളികളുടെ ഭക്ഷണശീലം മാറിയതായിട്ട് തോന്നുന്നുണ്ടോ? മലയാളികളുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ മാറുന്നത് നമ്മുടെ ഗ്ലോബലൈസേഷനും ആൾക്കാർ പല രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്നതും അവിടുത്തെ ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യുന്നതും കൂടുതലും ഗൾഫ് മേഖലകളിലാണ് പോയത്. അതുകൊണ്ടാണ് ഈ അറബിക്കൊക്കെ ഇവിടെ വന്നത്. ഒരു പക്ഷേ ഗൾഫിലല്ല, വേറെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഈ പണ്ട് പോയതുപോലെ പോയിരുന്നെങ്കിൽ ചിലപ്പം നമ്മളിവിടെ പാസ്തയും അതുപോലത്തെ കോണ്ടിനെൻ്റൽ ഫുഡ്സ് ആയനെ. പക്ഷേ കൂടുതലും അറബിക് കൺട്രീസിൽ പോയതുകൊണ്ടാണ് ഈ അറബിക് ഫുഡ് സ്റ്റൈൽ വന്നത്. ഇനിയും അത് മാറും. പല മനുഷ്യരുടെ ഈ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് പല രാജ്യങ്ങളിലും. അപ്പോൾ അതുവഴി ഇനിയും മാറ്റങ്ങൾ വരും. ഇനി മാറ്റങ്ങൾ വരുന്നത് ഒരു ഫുഡ് കൾച്ചറൽ എക്സ്ചേഞ്ച് ആവില്ല, ഒരു ഹെൽത്ത് റിലേറ്റഡ് ഒരു രീതിയിലുള്ള ഒരു അഡ്വാൻസ്മെൻ്റ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അതെ, അതാണ് എല്ലാവരും ഇപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടാണ് ഫുഡ് പോലും ചൂസ് ചെയ്യുന്നത്, അല്ലേ? പക്ഷേ എന്നാലും അൺഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്സ് ആൾക്കാർ വിടില്ല. സിഗരറ്റ് പോലെ അത് എക്കാലത്തും കാണും. അതിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കും, എന്നാലും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അവർ കഴിക്കാനാണ് ഇതാണ്. ഈ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സും അങ്ങനത്തെ കൺസെപ്റ്റ്സും ഇനി ഫ്യൂച്ചറിൽ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സാറ് ആ ഒരു തോട്ടിലാണോ? എനിക്ക് അങ്ങനെ ഒരു തോട്ടില്ല. ഞാൻ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്സിൻ്റെ അതാണ് ഒരു ഇച്ചിരി കൂടെ ഈസി ഫോമാറ്റ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് വരണം, അല്ല നമ്മൾ അതിൻ്റെ എഡ്യൂക്കേഷൻ കൊടുക്കണം. അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. നമ്മുടെ ജനങ്ങൾ
അതിലെത്തും. അത് കുറച്ച് വർഷം എടുക്കും. ആ സമയത്ത് വേണമെങ്കിൽ നമുക്കത് നോക്കാം. അപ്പം ആ ബിസിനസ്സിന് വയബിലിറ്റി കൂടുതൽ കിട്ടും. ഇപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള അറബിക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ബെറ്റർ. ഇപ്പോൾ സാറത് ഈ അൽ അഷ്റഫ് എന്ന് പറയുന്ന ഒരു ഫുഡിന് മുമ്പ് ഓൾറെഡി അൽഫാം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്തായിരുന്നു? ഇപ്പം ആ ഒരു ഫുഡും സാർ കണ്ടുപിടിച്ച ഒരു ഫുഡ് എന്ന അല്ലെങ്കിൽ ബ്രാൻഡ് എന്ന രീതിയിൽ ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് സാറിന് പറയാൻ പറ്റുന്നത്? അതായത് അൽഫാം നോർമലി ഡ്രൈ ആയിട്ടിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിലൊരു അറൗണ്ട് 5 to 8 ഗ്രാം ഒക്കെ മസാല കോട്ടാകത്തുള്ളൂ. അതും ഡ്രൈ ഫോർമാറ്റിലായിരിക്കും. അപ്പം ഈ അൽ അഷ്റഫിന് വേണ്ടി ചെയ്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡബിൾ മാരിനേഷനും സ്ക്യൂവറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 കമ്പി എടുത്ത് കുത്തി അതിൽ ഹോൾസ് വരുത്തുക, സർഫസ് ഏരിയ കൂട്ടുക. സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ അതിൽ കൂടുതൽ മസാല പറ്റിയിരിക്കും. അപ്പം അതുവരെ ഞങ്ങളൊരു അൽ അഷ്റഫിലൊരു അറൗണ്ട് 60 grams ഓഫ് മസാല അതിൽ വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ അതുപോലെയാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഡ്രിപ്പായി പോകത്തില്ല. ആ കറക്റ്റ് അത്രയും മസാല തന്നെ അതിൽ കാണും. അപ്പോൾ അതൊരു പിന്നീട് അത് സ്ലോ ആയിട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗ്രേവി പോലെ ഇതിൻ്റെ മുകളിലൊരു കോട്ടിങ് കാണും. അപ്പം ആ ഫോർമാറ്റിൽ ഞാൻ ആദ്യമേ കൊണ്ടുവരുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ട് ആൾക്കാർ ചെയ്ത് ഇപ്പം പലയിടത്തും ചെയ്യുന്നുണ്ട്, ജ്യൂസി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് ഇപ്പം ഞാൻ ട്രെയിൻ ചെയ്ത പോലെ ജോലിക്കാരൊക്കെ പലയിടത്തായിട്ട് സ്പ്രെഡ് ചെയ്താണ് കുറച്ചെങ്കിലും ആ പ്രോസസ്സ് അക്രോസ് കേരള ആയിട്ട് പലരും അവരുടെ സ്പെഷ്യൽ റെസിപ്പീസ് എന്ന് പറഞ്ഞിപ്പം ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ആ ഡബിൾ മാരിനേഷൻ എന്നുള്ള പ്രോസസ്സ് ഞാൻ 2015 ചെയ്ത് എടുക്കുന്നതാണ്. അത് സക്സസ്ഫുള്ളായി. അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. അതിന് നല്ലപോലെ സെയിൽസ് വന്നു. പിന്നെ ആൾക്കാർ തന്നെയാണ് ഇതിന് ഒരു പേര് വരുത്തിയെടുത്തത്. ഇപ്പം അതിനൊക്കെ പുതിയ വേർഷനൊക്കെ വന്നു തുടങ്ങിയല്ലേ, ജ്യൂസി അല്ലെങ്കിൽ ടെൻഡർ എന്നൊക്കെ പറഞ്ഞിട്ട്. ബേസിക്കലി ജ്യൂസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിലെ ജ്യൂസസ് അധികം നഷ്ടപ്പെടാതെ ചെയ്യുന്നത്. നമ്മൾ മലയാളീസ് ജ്യൂസി എന്ന് പറയുന്നത് ശരിക്കും ജ്യൂസി അല്ല, ഈ മസാല കണ്ടമാനം ഉള്ളതിനെയാണ് അവർ ജ്യൂസി എന്ന് പറയുന്നത്. അത് ശരിക്കും ഓവർ മാരിനേറ്റഡ് ചിക്കൻ എന്ന് വേണം അത് കറക്റ്റ് പറയുകയാണെങ്കിൽ പറയേണ്ടത്. ജ്യൂസി എന്ന് പറയുന്നത് നമുക്ക് ഈവൻ വെറും ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒരു ചിക്കൻ സ്ലോ ആയിട്ട് അതിൽ വെള്ളം പോകാതെ കുക്ക് ചെയ്തെടുക്കുകയാണ്. ചില ഈ ഫോയിലൊക്കെ വെച്ച് അല്ലെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് മൂടി വെച്ചിട്ടൊക്കെ ഈ ചില സ്മോക്കൊക്കെ ചെയ്തെടുക്കത്തില്ലേ, അതിൽ ആ ജ്യൂസസ് അങ്ങനെ നിൽക്കും. അതാണ് ശരിക്കുള്ള ജ്യൂസി. പക്ഷേ ഇപ്പം ഓവർ മാരിനേറ്റഡ് ആയിട്ടുള്ളതിനെ ജ്യൂസി എന്ന് പറഞ്ഞാണ് ആൾക്കാർ ഓർഡർ ചെയ്ത് കഴിക്കുന്നത്. ഇപ്പോൾ ഈ അൽ അഷ്റഫ് അല്ലാതെയുള്ള എന്തെങ്കിലും ഒരു പുതിയ ഇൻവെൻഷനൊക്കെ ഉണ്ടായിട്ടുണ്ടോ പിന്നീട്? ഇൻവെൻഷൻ മനസ്സിലായി. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ രീതിയിൽ പല എക്സ്പെരിമെൻറ്റ്സ് ചെയ്യും. ഇപ്പം ഞാൻ മാത്രമല്ല, ഇപ്പം വീട്ടിൽ സ്ത്രീകളൊക്കെ കുക്ക് ചെയ്യുമല്ലോ, വീട്ടമ്മമാർ, അവരുമൊക്കെ അവരുടേതായ ഓരോ പൊടിക്കൈകളൊക്കെ ചെയ്യും. അതേപോലെ എൻ്റെ രീതിയിൽ പല എക്സ്പെരിമെൻറ്റ്സ് ഇങ്ങനെ ചെയ്താണ് ഓരോ റെസിപ്പീസും ചെയ്യുന്നത്. ഇപ്പോൾ ഈയിടെ ലാസ്റ്റ് റിലീസ് ചെയ്തതാണ് ടാസ്റാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചിക്കൻ. അത് മെയിൻലി നമ്മൾ ബീഫിന് വേണ്ടി ചെയ്തെടുത്തൊരു റെസിപ്പിയാണ്. ബീഫുമായിട്ട് നല്ല ഇണങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഞങ്ങൾക്കൊരു 7 മാസം ടൈം എടുത്തു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പീസ് എനിക്കിഷ്ടപ്പെടണമെന്നില്ല. ഇത് ട്രയൽസ് ഞാൻ കൊടുക്കുന്നത് വേറെ പലർക്കും ആയിരിക്കും. അത് ഈ ഒരു 10 പേർക്ക് ട്രയൽസ് കൊടുത്തു കഴിഞ്ഞാൽ 10 പേരും അടിപൊളിയാണെന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലാണ് ഈ സംഭവം റിലീസ് ചെയ്യുന്നത്. അങ്ങനെ റിലീസ് ചെയ്താൽ പോലും ശരിക്കുള്ള മാർക്കറ്റിൽ വരുമ്പം ഒരു 10 പേര് കഴിക്കുമ്പോൾ ഒരു 8 പേർക്ക് ഇഷ്ടപ്പെടും. അത് ഓക്കെ, 8 പേര് ഇഷ്ടപ്പെട്ടാൽ മതി. അത് നമുക്കെല്ലാവരെയും പറ്റത്തില്ല. പക്ഷേ ആ 8 പേര് ഇഷ്ടപ്പെട്ടാൽ അത് സക്സസ്ഫുൾ ആണ്. അപ്പോൾ അതുപോലെ ലാസ്റ്റ് ഇറക്കിയതാണ് ടാസ്റാക്ക് എന്ന് പറഞ്ഞിട്ട് റെസിപ്പി. അതിൻ്റെ ഒരു എങ്ങനെയാ, അതിൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാ? അത് പുറത്ത് പറയാൻ പറ്റാത്ത അല്ല, അങ്ങനല്ല. അത് ബീഫിൻ്റെ വേവിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഡയറക്റ്റ് ബാർബിക്യൂ ചെയ്യുമ്പം അത് കൂടുതൽ കട്ടിയാവും. പിന്നെ അതിൻ്റെ ലിക്വിഡ്, അതിൻ്റെ മീറ്റിൽ ഇതുണ്ട്, ആ ടേസ്റ്റുള്ള ലിക്വിഡെല്ലാം പോകും. അത് നമ്മൾ പ്രഷർ കുക്കറിൽ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇത് മാരിനേറ്റ് ചെയ്ത് കുക്ക് ചെയ്യുന്നത്. അതാണ് പ്രോസസ്സ്. പക്ഷേ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടെമ്പറേച്ചർ എത്ര വേണം, എത്ര ടൈം വേണം, എത്ര റെഗുലേറ്റ് ചെയ്യണം, മാരിനേറ്റ് എങ്ങനെ ചെയ്യണം, അതിൻ്റെ ഒരു SOP ഉണ്ട്. അത് ഒരു കറക്റ്റാക്കിയപ്പം അതിൻ്റെ റെസിപ്പി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇത്രയും ഫുഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇതിൽ ഇത്ര ഇൻട്രസ്റ്റ് വന്നത്? ഈ ഫുഡ്
മേഖലയിൽ ഇത്ര ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വന്നത്? എനിക്ക് തോന്നുന്നത് എല്ലാ മനുഷ്യർക്കും ഫുഡിൽ ഇൻട്രസ്റ്റ് ഉള്ളതാണ്. കാരണം ഡെയിലി ഫുഡ് കഴിക്കുന്നതാണ്. ഫുഡ് ഇച്ചിരി മോശമായാലും ആരും കഴിക്കില്ല, കുറ്റം പറയും. അപ്പോൾ ഫുഡിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാവർക്കും ഉണ്ട്, അതുപോലെ എനിക്കും ഉണ്ട്. അപ്പം പല ഫുഡ് കഴിക്കുമ്പം ഇതിലെന്തായിരിക്കും, ഇതെങ്ങനെ ആയിരിക്കും ചെയ്ത്, ഇങ്ങനത്തെ ഒക്കെ ഓരോ സംശയങ്ങളും ഒക്കെ ഉണ്ട്. കൂടാതെ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും കുക്ക് ചെയ്യും. ഇവരെല്ലാം കുക്ക് ചെയ്യും. ഈ കുക്കിങ്ങിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഇതിങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ കുക്കിങ്ങിനെക്കുറിച്ചും ഫുഡിനെക്കുറിച്ചും കണ്ടമാനം സംസാരിക്കുന്നതാണ് ഞങ്ങളുടെ ഫാമിലിയിലെ മെമ്പേഴ്സ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് ഇങ്ങനെ ഒരു എളുപ്പം ഇതൊക്കെ ചെയ്യാൻ സാധിച്ചത്. അല്ല, ഒരു ഇത്രയും വർഷമായിട്ട് ഇതിൽ തന്നെ നിലനിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഫുഡ് ഇങ്ങനെ ബ്രാൻഡ് ചെയ്യുക മാത്രമല്ല, വേറെ കുറച്ച് നമുക്ക് ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കുറേ പേരുകളുണ്ട് നമുക്ക്. അപ്പോൾ അതിനെങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു അതിശയമുള്ള കാര്യമാണ് അല്ലേ, ഈ ഒരു ബ്രാൻഡിൽ അല്ലെങ്കിൽ ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് അല്ലേ. നോർമലി ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എഫേർട്ട് ഇടേണ്ടതും എന്നാൽ ബെനിഫിറ്റ് റിട്ടേൺ കിട്ടുന്നത് വളരെ കുറവായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് വേറെ പല ബിസിനസ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഫുഡ് ഇൻഡസ്ട്രി ചിലർക്ക് പെട്ടെന്ന് അവർ ഡ്രോപ്പ് ചെയ്യുന്നൊരു ഇതാണ്. അല്ലെ അതുപോലെ പാഷനേറ്റായി അതിൽ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരാണ് അതിൽ പിന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകുന്നത്. പൊതുവേ ഈ ഫുഡിൻ്റെ കാര്യം പറയുന്നൊരു കാര്യമാണ്, ഫുഡ് ഉണ്ടാക്കുക മാത്രമല്ല അത് സ്നേഹത്തോടു കൂടി വിളമ്പണം. ആ ഒരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നുണ്ടോ? അത് എല്ലാവരും അത് വിശ്വസിക്കേണ്ടതാണ്. കാരണം ഇപ്പം ഒരു സർവീസ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പം ഈ ചിരിക്കാതെയൊക്കെ ഉള്ള ആൾക്കാരെ നമ്മൾ മാക്സിമം എടുക്കാറില്ല. ഒരു പ്ലസൻ്റായിട്ട് പോകുമ്പോഴായിരിക്കും അവർക്കൊരു സന്തോഷം വരുന്നത്. ഇപ്പോൾ ചിലർ നമ്മുടെ റെസ്റ്റോറൻറ്റ്സിലുമൊക്കെ വരുമ്പം ചിലപ്പം എന്തെങ്കിലും ചെറിയ തമാശയൊക്കെ ഇവർ പറയും, തിരിച്ചൊരു സൗഹൃദത്തിൽ വേറെ എന്തെങ്കിലും പറയും. ചില ഫുഡ് നന്നാവണമെന്നില്ല. ഈ ഒരു ചെറിയ ബന്ധത്തിലൊക്കെ ചിലർ കൺവീനിയൻസ് അനുസരിച്ച് അടുത്തുള്ള ചില ഹോട്ടലുകളിലോ അങ്ങനത്തെ സ്ഥാപനങ്ങളിലോ ആ ബന്ധത്തിൽ ആൾക്കാർ പോവുകയും അവിടുത്തെ ആഹാരം കഴിക്കുകയൊക്കെ ചെയ്യും. അതിലൊരു കുറച്ച് രുചിക്കുറവൊക്കെ അവരുടെ ആ ചിരിയിൽ അത് ഇച്ചിരിയും കൂടെ മേന്മയായിട്ട് മാറും. അപ്പോൾ അതായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ ചോദിക്കുകയാണ്, ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ അവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുന്നത് അല്ലേ. അതിപ്പോൾ ഷെഫ് ആയിക്കോട്ടെ, ഈവൻ അവിടെ ഏറ്റവും ബേസിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളായിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്ന്, ചിലർ ജസ്റ്റ് പണത്തിന് വേണ്ടി മാത്രം, അതായത് ഇന്ന് ജോലി ചെയ്തതിൻ്റെ കൂലി ഇന്ന് കിട്ടണം, ആ ഒരു മെൻറ്റാലിറ്റി മാത്രം ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്യാതിരിക്കുക. നമ്മൾ അവർക്ക് വേണ്ട എന്താണ് അവർ ജോലി ചെയ്യുന്നത് അതിനുള്ള ബെനിഫിറ്റ് എത്രയാണോ കൊടുക്കേണ്ടത് അതിൽ കൂടുതലാണെങ്കിലും നമ്മൾ കൊടുക്കണം. പക്ഷേ നമ്മൾ സെലക്ട് ചെയ്യുമ്പം ഇത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവർ കാണും. കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് രുചി കുറഞ്ഞാൽ അവർക്ക് മാനസികമായിട്ട് സ്വന്തമായിട്ട് വിഷമം തോന്നുന്ന കുക്സൊക്കെ കാണും. അപ്പം അങ്ങനെയുള്ളവരെ മനസ്സിലാക്കി അവരെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ചിലപ്പം സർവീസ് ചെയ്യുന്ന ഒരാൾ പ്ലേറ്റിൽ കുറച്ച് ആഹാരം ബാക്കിയിരുന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് ചില നല്ല സെർവ് ചെയ്യുന്നവരെ പോയി ചോദിക്കും, സാറേ എന്താ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്താ ഫുള്ള് കഴിക്കാഞ്ഞെന്ന് ചോദിക്കും. അയാൾക്ക് വേണേൽ അത് ചോദിക്കാതിരിക്കാം. പക്ഷേ ഒരു കുറച്ച് ബാക്കി വെക്കുമ്പം മാനസികമായിട്ട് അയാൾക്ക് വിഷമം തോന്നുക, ഞങ്ങളുടെ സ്ഥാപനത്തിൽ പാകം ചെയ്തത് എന്തുകൊണ്ട് അവർ മുഴുവൻ കഴിച്ചില്ല എന്നുള്ള. അപ്പം അങ്ങനെയുള്ളൊരു ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻ്റ് ഉടമകൾക്ക് അധികം കഷ്ടപ്പെടേണ്ടി വരത്തില്ല. ആ സ്ഥാപനത്തിന് വേണ്ടി ഇങ്ങനെയുള്ള തൊഴിലാളികൾ ജോലി ചെയ്ത് അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ സാറിപ്പോൾ ഈ ഫുഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ എടുത്തു പറയേണ്ട ഒരു ഫീൽഡാണ്, അതെന്ന് റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻ്റ് കൂടിയാണ് അല്ലേ? റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻ്റ് എന്ന് പറയണ്ട, കൺസൾട്ടൻസി ചെയ്യാറുണ്ട്. അതായത് ചിലർക്ക് ഇപ്പം റിക്രൂട്ട്മെൻറ്റ്സ് ചെയ്യണമെന്നുണ്ടായിരിക്കും, ചിലപ്പം ടേൺകി പുതിയ പ്രോജക്ട്സ് ചെയ്യണമെന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ബ്രാൻഡ് ഡെവലപ്പ്. അപ്പം അങ്ങനെ പലരും ആദ്യമേ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോരുത്തർ ഈ കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിലല്ല, അല്ലാതെ ഇതിൽ പലതും ഞാൻ പ്രൂവ് ചെയ്തുകൊണ്ട് അപ്രോച്ച് ചെയ്യും. അവർക്ക് വേണ്ടിയൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ആലോചിച്ച് എന്തിന് ഞാൻ എൻ്റെ സമയവും ഇതൊക്കെ മെനക്കെടുത്തി ഇതിനു വേണ്ടി ചിലപ്പോൾ പല സ്ഥലത്ത് പോകണം, എൻ്റെ വേറൊരു ജോലി മാറ്റി വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഞാൻ പിന്നെ അത് ചാർജ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്.
ഫുഡ് കഴിക്കുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ എന്നെനിക്ക് തോന്നുന്നു ആംബിയൻസ്, റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ മഴ പെയ്യുന്നത് അല്ലെങ്കിൽ പ്ലെയിൻ പോലുള്ള ഒരു സെറ്റപ്പിലൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ റോബോട്ടിക് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് എത്രത്തോളം കസ്റ്റമേഴ്സിനെ സ്വാധീനിക്കുന്നുണ്ട്? ഇങ്ങനെയുള്ള ഇതിനെ ഞാൻ ഗിമ്മിക്സ് എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു ഗിമ്മിക്സ് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന ആ ടൈമിൽ ആദ്യത്തെ ഒരു ഫ്ലോ ഓഫ് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. വൺസ് ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഇവരുടെ ഫുഡും സർവീസും പിന്നെ ഒരു നോർമൽ ഇരുന്ന് വളരെ ബുദ്ധിമുട്ടില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം ഈ ഡ്രസ്സിലൊക്കെ ചെയ്ത് മഴ പോലൊക്കെ ചെയ്യും, അതൊന്ന് ഫുഡിൽ വീഴുവാണെങ്കിൽ ചിലരത് എൻജോയ് ചെയ്യില്ല. പിന്നെ റോബോട്ടിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സർവീസ് ഡിലേസും കാര്യങ്ങളൊക്കെ വരും. അപ്പം ജസ്റ്റ് ആദ്യമേ ഒരു പരസ്യം അല്ലെങ്കിൽ ഒരു ഹൈപ്പൊക്കെ ഉണ്ടാക്കാൻ ഇത് യൂസ്ഫുള്ളാണ്. ഇത് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് അല്ല. ഞാനൊരിക്കലും ഇത് സജസ്റ്റ് ചെയ്യില്ല. ഇതിലും ബെറ്റർ ഒരു നല്ല ടീം ഉണ്ടാക്കുക, കറക്റ്റായിട്ടുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റൽ വെച്ച് നമുക്ക് ഒരു ആദ്യത്തെ നമ്മുടെ ഫുഡ് ടേസ്റ്റ് ചെയ്ത് ഇതെത്ര നല്ലതാണെന്ന് മനസ്സിലാക്കി ആ ഒരു റിപ്പീറ്റ് വരുന്ന ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ കൊണ്ടുപോയി അത് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി സക്സസ്ഫുള്ളായിട്ട് ഒരു കസ്റ്റമർ ബേസ് വന്നോളും. ഇത് ഗിമ്മിക്സ് ആണ്, ഇത് വലിയ ആവശ്യമുള്ളതല്ല. അതിന് പകരം പ്രോപ്പറായിട്ട് നല്ലൊരു അഡ്വർടൈസ്മെൻറ്റോ കാര്യങ്ങളൊക്കെ ചെയ്താൽ വേറെ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ആ ഒരു ഫ്ലോ കൊണ്ടുവരാം. ഇത് ചിലപ്പോൾ ഒരു അനാവശ്യ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ടൊക്കെ വരും. ഈ പാരമ്പര്യമായിട്ട് നിലനിൽക്കുന്ന ചില റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ ഒരു സീക്രട്ട് ഇതായിരിക്കും അല്ലേ? പാരമ്പര്യം എനിക്ക് മനസ്സിലായില്ല. അതായത് ഇപ്പോൾ ചില റെസ്റ്റോറൻറ്റ്സ് നമ്മൾ പറയും 18 വർഷമായിട്ട് ഇവിടെ ഉള്ളതാണ്, കൊച്ചിയിലുള്ളതാണ്, അങ്ങനെ പറയും. ഇപ്പോൾ കുറേ പുതിയ ന്യൂ റെസ്റ്റോറൻറ്റ്സ് വരുന്നുണ്ട്, എന്നാൽ പോലും കുറേ ഈ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഈ റെസ്റ്റോറൻറ്റ്. ആസ് എ ഫുഡി എന്ന നിലയ്ക്ക് ചെറുപ്പത്തിൽ നമ്മൾ കൂട്ടുകാരോ അല്ലെ ബന്ധുക്കളോ ഒക്കെ ആയിട്ട് കസിൻസൊക്കെ ആയിട്ട് പോയി ഫുഡൊക്കെ കഴിക്കും. ചിലപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ പോയി അടുത്തുള്ള ചില ഹോട്ടൽസ് അല്ലെ ബേക്കറിയിലൊക്കെ കഴിക്കും. അപ്പോൾ ആ സ്ഥാപനങ്ങൾ ഇപ്പോഴും കാണും 10, 20, 30 വർഷമായിട്ടുള്ള. അതെന്ന് പറഞ്ഞാൽ ഫുഡിനെക്കാട്ടിലും കൂടുതൽ നൊസ്റ്റാൾജിയയും വേറെ ഫീലിങ്സും അതിൽ കുറേ കഥകളും ഒക്കെ കാണും. നമ്മൾ പിന്നീട് അവിടെ പോയി ഒരു പപ്സോ ആരെയോ ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും പപ്സും നാരങ്ങാവെള്ളമൊക്കെ കുടിക്കുമ്പോൾ പണ്ട് നമ്മളിവിടെ വന്ന് പപ്സും നാരങ്ങാവെള്ളവും കുടിച്ചില്ലേ, അതിൽ ടേസ്റ്റ് അല്ല അതിൽ. അത് അങ്ങനെ ഒരു എവർഗ്രീൻ ആയിട്ടുള്ള പല ഹോട്ടലുകളും ചായക്കടകളും ഒക്കെ എല്ലാ നാട്ടിലും ഉണ്ട്, എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ട്. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് ആംബിയൻസിനെ കുറിച്ചും ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ സാറിൻ്റെ സുഹൃത്ത് വലയത്തിലോ അല്ലെങ്കിൽ പുതുതായിട്ട് തന്നെ ഒരു റെസ്റ്റോറൻറ്റോ കഫേയൊക്കെ തുടങ്ങാൻ വരുന്നവർക്ക് സാറ് കൊടുക്കുന്നൊരു ബഞ്ച് ഓഫ് അഡ്വൈസസ് ഉണ്ടാവും അല്ലേ, അതെന്താണ്? മെയിൻലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ ആർക്കാണ് എന്ത് ഫുഡാണ് സെർവ് ചെയ്യുന്നതെന്ന് ഒരു നല്ല ഐഡിയ വേണം. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡല്ല സെർവ് ചെയ്യേണ്ടത്. ഏത് സ്ഥലത്ത് അവിടുത്തെ ആൾക്കാരുടെ രുചിയും അവരുടെ ഒരു പേ ചെയ്യാനുള്ള കപ്പാസിറ്റി അങ്ങനെയുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ രീതിയിലുള്ള മെനുവും പ്രൈസിങ്ങും ഒക്കെ വെച്ച് വേണം അവിടെ ഫുഡ് കൊടുക്കാൻ. അപ്പം മിക്കവരും ചെയ്യുന്നൊരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാഷനേറ്റായിട്ട് അവരെന്തെങ്കിലും ഒരു റെസിപ്പിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് കൂടുതൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യും, പിന്നീട് അത് വർക്കൗട്ടാവില്ല. ഇങ്ങനൊരു സംഭവം എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാരും ഈ സെയിം സംഭവം ചെയ്യാറുണ്ട്. അപ്പം അത് അവോയ്ഡ് ചെയ്യുക. രണ്ടാമതൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ഫുള്ളും ആ റെസ്റ്റോറൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഒരു ആദ്യത്തെ ഒരു 6-7 മാസത്തേക്കുള്ള വർക്കിംഗ് ക്യാപിറ്റൽ അത് റൺ ചെയ്യാനുള്ള, ഇപ്പം ബിസിനസ് വന്നില്ലേ പോലും സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാനും സാലറി അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാനും റെൻ്റ് അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാനുള്ള ആ ഒരു കാശും വർക്കിംഗ് ക്യാപിറ്റൽ അത് മാറ്റി വെക്കണം. അത് മാറ്റി വെച്ചില്ലെങ്കിൽ പിന്നെ കടക്കണിയിൽ ആകും, ഇവർക്ക് പിന്നെ ബന്ധങ്ങളെ ബാധിക്കും, പിന്നീട് മുന്നോട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റാതാവും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഉറപ്പായിട്ടും ഒരു പുതിയ തുടങ്ങുന്ന ആളുകൾ ചെയ്യണം. അതായത് കറക്റ്റായിട്ടൊരു പ്രോഡക്റ്റ് വേണം, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നൊരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം, അത് അവർ ഇഷ്ടപ്പെടുന്നതാണോ എന്നുള്ളത്. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റൺ ചെയ്യാനുള്ള കറക്റ്റുള്ള ക്യാപിറ്റൽ വേണം. ഈ ക്യാപിറ്റൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇത് റൺ ചെയ്ത് പോകാനുള്ളൊരു സെയിൽസ് വോളിയം വരുന്നത് വരെ സർവൈവ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതാണ് ബേസിക്ക് വേണ്ടത്. മിക്കവരും ഒരു 90% ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണിത്. ഇത് രണ്ടും ചെയ്യാൻ പറ്റിയാൽ
ഒരു 50% അല്ല, ഒരു 70%ഓളം ഇവർക്ക് റെസ്റ്റോറൻറ്റ് റൺ ചെയ്ത് സർവൈവ് ചെയ്ത് ഒരു ഫീസിബിളായിട്ടുള്ള ഒരു ബിസിനസ്സിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ സാർ, നമ്മുടെ ഒരു കുഞ്ഞ് എപ്പിസോഡ് ഇവിടെ തീരാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല അല്ലേ? നമുക്ക് ഇനിയും കുറേ ടോപ്പിക്സിനെ കുറിച്ച് സാറിന് ഞങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ ഭക്ഷണവും ഭക്ഷണശാലകളെക്കുറിച്ചുള്ള വിശേഷങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ. ചിലർ പ്ലാൻ ചെയ്ത് വർഷങ്ങൾ പോയാലും ശരിക്കുള്ള കാര്യത്തിലോട്ട് കടക്കത്തില്ല. ഫസ്റ്റ് ഒരു ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക, തെറ്റുകുറ്റങ്ങൾ കാണും, അത് പിന്നെ റെക്ടിഫൈ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വരിക എന്നുള്ളതാണ്. ഈ പാഷൻ വെച്ച് പലരും റെസ്റ്റോറൻറ്റ്സ് തുടങ്ങും. അപ്പോൾ അവിടെ കച്ചവടം ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു, പിന്നെ എന്തുകൊണ്ട് നിന്നു പോയി. അപ്പോൾ ബിസിനസ് സക്സസ് ആകാൻ പാഷൻ തന്നെയല്ല, വേറെ പല അതിന് ഫോർമുലാസ് ഉണ്ട്. ഞാൻ ഫോളോ ചെയ്യുന്നതും എൻ്റെ ക്ലയൻസിന് ഞാൻ സ്ട്രെസ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെനു കണ്ടമാനം ഓവർ പോപ്പുലേറ്റഡ് ആകത്തില്ല. 1 മെനു, 2 മെനുവിൻ്റെ പ്രൈസിങ്, 3 ലൊക്കേഷൻ, ഇത് 3 ഇൻ്റർ കണക്റ്റഡാണ്.